അപ്പോൾ ഗൈസ് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താണ് കാണണമെങ്കിൽ ഉടനെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം ഈ മാസം തന്നെ 50K അടിക്കുകയാണെങ്കിൽ ഒരു ഗ്രാൻഡ് ഗിവ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ ഗൈസ് ഷോർട്ട് നോട്ട്സിൻ്റെ വീഡിയോ ആയിട്ട് ഞാൻ എത്തിയിട്ടുണ്ട്. ഷോർട്ട് നോട്ട്സ് അവിടെ കാണാൻ 3 ഉണ്ട്, ഫിസിക്സും കെമിസ്ട്രി മാത്സും. അതിൻ്റെ മാത്രം ഷോർട്ട് നോട്ട്സ് ഉള്ളൂ, അതിൻ്റെ മാത്രം മതിയല്ലോ. അപ്പോൾ എന്തായാലും 3 ഉണ്ട്. ഇത് ഏകദേശം 1.5 ദിവസം എടുത്തിട്ടാണ് ഉണ്ടാക്കിയത്. ഞാൻ അതും അഭിനയം എന്ന് പറയണ്ട, 1.5 ദിവസം എടുത്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഒരു ദിവസം 9 മണിക്ക് തുടങ്ങി, 8:30 9 മണിക്ക് തുടങ്ങി, 10 മണിയല്ല 1:30 ആയപ്പോഴാണ് മാത്സ് തീർന്നത്. അത്രയും നേരം എടുത്തിട്ട്. പിന്നെ ഉച്ചയ്ക്ക് ഒരു 3 മണിക്ക് കെമിസ്ട്രി തുടങ്ങി, രാത്രിയാണ് തീർന്നത്. കെമിസ്ട്രി ഇതാണെന്ന് തോന്നുന്നത്, ഇത് കെമിസ്ട്രി. പിന്നെ ഫിസിക്സിനാണെങ്കിൽ ഒരു ഉച്ചയ്ക്ക് തുടങ്ങിയിട്ട് രാത്രി ആവാനായിട്ടുള്ള തീർന്നത്, വൈകുന്നേരം കാലവല്ല തീർന്നത്. അപ്പോൾ ഏകദേശം 1.5 ദിവസത്തെ പണിയാണ് ഇത്. ഞാൻ സാധാരണ ഷോർട്ട് നോട്ട്സ് ഒക്കെ ഉണ്ടാക്കാറുണ്ട്, 10 ഉണ്ടാക്കിയപ്പോൾ നല്ല യൂസ്ഫുൾ ആയിരുന്നു. മാത്സിൻ്റെ ഇക്വേഷനൊക്കെ വെച്ചിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് നോക്കലൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് ഈ കൊല്ലം എന്തായാലും ഉണ്ടാക്കാൻ വെച്ചാൽ, അപ്പോൾ ഈ കൊല്ലം ഉണ്ടാക്കിയപ്പോൾ എന്തായാലും യൂട്യൂബിൽ ഇടാൻ വെച്ചാൽ അങ്ങനെ ഇട്ടതാണ്. +2കാർക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഷോർട്ട് നോട്ട്സ്. അങ്ങനെയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഷോർട്ട് നോട്ട്സിൻ്റെ റിവ്യൂ നേരെ നോക്കാം ആദ്യം തന്നെ. അങ്ങനെ ഇതിലത്തെ കെമിസ്ട്രി ഞാൻ അവിടേക്ക് വെച്ചിട്ടുണ്ട്. ഷോർട്ട് നോട്ട്സ് ഏകദേശം കെമിസ്ട്രി നോക്കുകയാണെങ്കിൽ എല്ലാ പാടൊന്നും എഴുതിയില്ല, ചിലതൊന്നും ഞാൻ എഴുതിയിട്ടില്ല. ഇപ്പോൾ അവിടെ കാണാൻ ചിലത് ഒഴിച്ചിട്ടുണ്ട്, അങ്ങനെ നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നോക്കുകയാണെങ്കിൽ സൊല്യൂഷൻസ് 1ാമത്തെ പാഠം, അതിന് ഞാൻ എല്ലാ പാഠത്തിനും ഇവിടെ ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്തിന്. ഞാൻ യൂട്യൂബിൽ ഇടേണ്ട വെച്ചിട്ട് എന്തായാലും ഹൈലൈറ്റ് ചെയ്താണ്. ഞാൻ ഒറ്റയ്ക്ക് എനിക്ക് മാത്രമായിട്ടുള്ള ഷോർട്ട് നോട്ടാണെങ്കിൽ ഞാൻ അങ്ങനെ ഹൈലൈറ്റ് ഒന്നും ചെയ്യില്ല. അങ്ങനെ അപ്പോൾ ആ സൊല്യൂഷൻ എന്ന് പറഞ്ഞ പാഠം ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. പിന്നെ ഇലക്ട്രോ കെമിസ്ട്രി, പിന്നെ കെമിക്കൽ സയൻസ് 3ാമത്തെ പാഠം. 4ാമത്തെ പാഠം നോക്കുകയാണെങ്കിൽ DNF ബ്ലോക്ക് കാണുകയാണെങ്കിൽ ഞാൻ എഴുതിയില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഞാൻ അധികം നോക്കിയിട്ടില്ല. അതിനോണ്ട് എനിക്ക് അതിൽ എത്ര ഷോർട്ട് നോട്ട്സ് ആക്കാൻ കഴിയുന്നൊന്നും അറിയില്ല, അതിനോട് അത് എഴുതിയില്ല. കോർഡിനേഷൻ കോമ്പൗണ്ട് എഴുതിയിട്ടുണ്ട്. പിന്നെ ഹാലോ ആൽക്കൻസ് ആൻഡ് ഹാലോറിയൻസ്, അതിൽ കുറേ ഞാൻ അധികം നെയ്മഡ് റിയേഷൻസിനാണ് കൂടുതൽ കോൺസെൻട്രേഷൻ കൊടുത്തത്. ഇതിൽ എല്ലാ റിയേഷൻസും ഉണ്ടെന്ന് തോന്നുന്നു, എല്ലാം ഇമ്പോർട്ടൻ്റ് ഉള്ളത് മാത്രമേ എഴുതിയിട്ടുള്ളൂ. നോക്കുകയാണെങ്കിൽ കാണാം ഫിംഗൽസ്റ്റീന്, സ്വാർട്സ്, ന്യൂക്ലിയോഫൈലിറ്റി സബ്സ്റ്റിറ്റ്യൂഷൻ, അതൊക്കെ നല്ല ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നോക്കുകയാണെങ്കിൽ കാണാം അതവിടെ ആൽക്കോൾസ് ഫീനോൾസ്. പിന്നെ നോക്കുകയാണെങ്കിൽ ആൽഡിഹൈഡ്സ് കീറ്റോൺസ് ആൻഡ് കാർബോക്സിലിക്, അത്രേ കൊടുത്തിട്ടുള്ളൂ. അത്രത്തിൻ്റെ റിയേഷൻസ് 8 പാടേ കൊടുത്തിട്ടുള്ളൂ. അതിൽ 9ാമത്തെ അമീൻസ് ഞാൻ ഏകദേശം പഠിച്ചു കഴിഞ്ഞിന്. പക്ഷേ ഞാൻ എഴുതിയിട്ടില്ല, കാരണം അടിയിലേക്ക് വെയിറ്റേജ് ചെയ്താനുള്ള സ്ഥലമാണ് ഞാൻ വിട്ടിട്ടുള്ളത്. വെയിറ്റേജ് ഞാൻ നോക്കിയിട്ടുണ്ട്, പക്ഷേ ഫുള്ളായിട്ട് കൺഫേം ആയിട്ടില്ല. അതിനോണ്ട് തന്നെ ഒന്നുകൂടി റെഡി ആക്കിയിട്ട് വേണം വെയിറ്റേജ് അവിടെ എഴുതാൻ. അല്ലെങ്കിൽ അമീൻസിന് ഞാൻ ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കണം എന്ന് തന്നെ വിചാരിക്കില്ല, കാരണം അത്ര വലിയ പാടൊന്നുമല്ല. ഞാൻ പഠിച്ചപ്പോൾ മനസ്സിലായി ചെറിയ പാടാണ്. അപ്പോൾ ഇത് തന്നെ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം 36 ഡബിൾ പാസിൻ്റെ മാർക്ക് തന്നെ കിട്ടുമെന്നാണ് എനിക്കൊരു വിശ്വാസമുള്ളത്. കാരണം ഇതിലെല്ലാം ഉണ്ട് അത്യാവശ്യം. ആ പാഠത്തിലുള്ള ഏകദേശം കുറേ കാര്യങ്ങളും ഇതിൽ തന്നെ ഉണ്ട്. ഈ ഓർഗാനിക്കിലാണെങ്കിൽ കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്, കാരണം എല്ലാ റിയേഷൻസും നമുക്ക് എഴുതാനല്ലോ. അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ഉള്ളത് മൊത്തം ഞാൻ എഴുതിയിട്ടുണ്ട്. ഇതന്നെ പഠിച്ചാണ് കെമിസ്ട്രിയിലൊക്കെ ഏകദേശം ഒരു ഡബിൾ പാസ് ഇട്ടുള്ള മാർക്ക് ഉണ്ടെന്നാണ്, ഒരു സാധ്യത ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ഉറപ്പിച്ച് അറിയില്ല. നിങ്ങളെല്ലാം പഠിച്ച് കഴിഞ്ഞിട്ട് ഇത് ജസ്റ്റ് ഒന്ന് റിവിഷന് വേണ്ടിയിട്ട് മാത്രം ഉപയോഗിക്കാം. ഇതിലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ എല്ലാത്തിൻ്റെ ഇക്വേഷൻസ് ഒക്കെ ഉണ്ട്. ഡെറിവേഷൻസ് ഒന്നും ഞാൻ കൊടുത്തില്ല. ഒരു ഡെറിവേഷനൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ, അതൊന്നും കൊടുത്തില്ല. കെമിസ്ട്രിയിലൊന്നും ആകെ ഒരു ഡെറിവേഷൻ ഉള്ളൂ, അത് ഇവിടെ കൊടുത്തിട്ടില്ല. ഇതൊക്കെ നോക്കി ഏകദേശം തന്നെ മാർക്ക് മനസ്സിലാവും. ഞാൻ അപ്പോൾ ഇത് എങ്ങനെ ജോയിൻ ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ വാട്സപ്പ് കമ്മ്യൂണിറ്റി ഉണ്ട്, അതിലേക്ക് നേരെ ജോയിൻ ചെയ്താൽ അതിൻ്റെ ലിങ്കൊക്കെ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും ബയോയിലൊക്കെ ഉണ്ടാവും. അപ്പോൾ അവിടെ നിന്ന് കയറിയാൽ മതി, അതിൽ ഞാൻ ഇടുന്നതായിരിക്കും വാട്സപ്പിൽ. അപ്പോൾ കെമിസ്ട്രീൻ്റെ കേസിൽ ഇത്രയാണ് ഷോർട്ട് നോട്ട്സ് ഉള്ളത്. അത് മടക്കുക. നമുക്ക് മാത്സ് എടുക്കാം. അപ്പോൾ മാത്സ് എടുത്താൽ കാണാം 1ാമത്തെ ചാപ്റ്റർ റിലേഷൻ ആൻഡ് ഫംഗ്ഷൻ മുതലായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇതിൽ നിങ്ങൾക്ക് ഞാൻ ഫോട്ടോ എന്തെങ്കിലും വാട്സപ്പിലേക്ക് എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ ഈ വീഡിയോൻ്റെ അടിയിൽ തന്നെ കമൻറ്റ് ഇടുക. ആർക്കെങ്കിലും അറിയാണെങ്കിൽ റിപ്ലൈ തരും, ഞാൻ കാണുകയാണെങ്കിൽ ഞാൻ റിപ്ലൈ തരുന്നുണ്ട്. പിന്നെ മാത്സിൽ റിലേഷൻ ഫംഗ്ഷനൊന്നും അത്ര ഇല്ല, അതിനോട് തന്നെ ഞാൻ അങ്ങനെ വലുതാക്കി വലിയ വരാനുണ്ട്. അപ്പോൾ 2 പാഠം റിലേഷൻ ആൻഡ് ഫംഗ്ഷൻ മാത്രമേ ഇതിൽ ഒതുക്കിയിട്ടുണ്ട്. എന്നിട്ട് പിന്നെ ITF എന്ന് പറഞ്ഞാൽ എന്താണ് ഇൻവേഴ്സ് ട്രിഗണോമെട്രി ഫംഗ്ഷൻസ്, അത് മറന്നു പോകണമാണ്. അതിനോടാണ് ഞാൻ അങ്ങനെ ഇനി അഭിനയിക്കാമെന്ന് പറഞ്ഞു കളയല്ലേ. ഓസ്കാറൊന്നും വേണ്ട. ITF എന്ന് പെട്ടെന്ന് മറന്നു പോയതാണ്. അപ്പോൾ ഇൻവേഴ്സ് ട്രിഗണോമെട്രി ഫംഗ്ഷൻസ് അതിൻ്റെ ഒരു പാഠമുണ്ട്. അപ്പോൾ ഇൻവേഴ്സ് ട്രിഗണോമെട്രി എവിടെയും കൊടുത്തിട്ടുണ്ട്. ഇമ്പോർട്ടൻറ്റ് ഫോർമുലാസൊക്കെ ട്രിഗണോമെട്രിയിലെ ഇമ്പോർട്ടൻറ്റ് ഫോർമുലാസൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ തന്നെ ചോദിക്കുള്ളൂ, അത്യാവശ്യം ഫോർമുലാസൊക്കെ. പിന്നെ മെട്രിസസിൻ്റെ ഇത്ര കൊടുത്തിട്ടുള്ളൂ. പിന്നെ എന്താ ഉണ്ടാക്കേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞൂടാ, കുറച്ചും കൂടി ഉണ്ടാക്കാണ്ട്. ഡിറ്റർമിനൻസിൻ്റെ കുറച്ചും കൂടി ഉണ്ടാക്കണം, അതിനോടാണ് 3 സ്പേസ് ഇട്ട്. പിന്നെ കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി, അതിൽ അത്യാവശ്യം ഇക്വേഷൻസ് ഒക്കെ ഉണ്ട്, അതൊക്കെ ഇവിടെ എഴുതിച്ചിട്ടുണ്ട്. ഫുൾ ഇക്വേഷൻസ്, ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള എല്ലാ ഇക്വേഷൻസ് എഴുതിയിട്ടുണ്ട്. ഇമ്പോർട്ടൻ്റ് ആണോ ഫുൾ എഴുതിയിട്ടുണ്ടെന്ന് തോന്നുന്നത്. പിന്നെ അപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സ്, അതിൽ പിന്നെ ഏരിയ കണ്ടിരിക്കേണ്ട, അതിനോട് അങ്ങനെ എഴുതിയിട്ടുള്ളൂ. പിന്നെ അപ്ലിക്കേഷൻ ഓഫ് ഇൻറ്റഗ്രൽസ്, അതിൽ നോക്കുകയാണെങ്കിൽ സ്ട്രെയിറ്റ് ലൈന്, അതൊക്കെ എന്തൊക്കെയോ എഴുതിയിട്ടുണ്ട്. ഇത് ഇക്വേഷൻസൊക്കെയാണ്.
ആപ്ലിക്കേഷൻ ഇൻ്റഗ്രേഷൻസിൽ ആകെ ഈ ആവശ്യമുള്ള ഇക്വേഷൻ എന്താണ്, അത് നല്ല ഇമ്പോർട്ടൻ്റ് ആയി പഠിക്കണം. ഇൻ്റഗ്രേഷൻ നോക്കുകയാണെങ്കിൽ കാണാം ഫുള്ള് ഫോർമുലാസാണ്, കുറേ ഉണ്ട് ഇവിടേക്ക് കാണാം. അതിൻ്റെ ഇടയിൽ ഞാൻ അറിയാതെ വരച്ചിരുന്നു, അപ്പോൾ ഞാൻ അത് ഷെയ്ഡ് ചെയ്തൊക്കെ കൂടി കൊളായിട്ടുണ്ട്, കുഴപ്പമില്ല. അങ്ങനെ ഇത്രയും ഉണ്ട് ഇൻ്റഗ്രേഷനിൽ. ഇതൊന്നും പഠിച്ചാൽ മതി. ഇൻ്റഗ്രേഷൻ അത്യാവശ്യം ഏകദേശം ഫുൾ മാർക്കിൻ്റെ അടുത്ത് തന്നെ ഈ ക്വസ്റ്റൻ തന്നെ കിട്ടാൻ ചാൻസ് ഉണ്ട്. പിന്നെ കുറച്ച് ഫോർമുലാസ് ഒക്കെ ഉണ്ടല്ലോ, എന്താണ് ഈ മൾട്ടിപ്ലിക്കേഷൻ, അതിൻ്റെയൊക്കെ ഞാൻ കൊടുത്തിന്. ഇതവിടെ കാണാം ഈ ഇലൈറ്റ് ആ മൾട്ടിപ്ലിക്കേഷൻ്റെ ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ അത് എത്തിയിട്ടുള്ളൂ. പിന്നെ വെക്ടർ ആൾജിബ്ര അതിൽ കുറച്ച് കൊടുത്തിട്ടുണ്ട്. 3D പ്രോബബിലിറ്റി അതിൽ ഏതെങ്കിലും ഒരു പാഠം ഞാൻ സ്കിപ്പ് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. 12ാമത്തെ പാഠം സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. 12ാമത്തെ ഏതൊക്കെയാണെങ്കിൽ 12ാമത്തെ പാഠം ലീനിയർ പ്രോഗ്രാം ആണ്. അതിൽ വലുതായിട്ടൊന്നും ഷോർട്ട് നോട്ട് ചെയ്താലുള്ളതില്ല, വലുതാക്കി ചെയ്താലുള്ള, അതിനോട് ഷോർട്ട് നോട്ട്സിൽ കൊള്ളൂല. അപ്പോൾ മാത്സ് ഇത്ര തന്നെ ഉള്ളൂ. നമുക്ക് അടുത്ത ഫിസിക്സ് ഇട്ട് അവിടെ വീണ് എന്തായാലും എടുക്കുക. ഫിസിക്സ് ഒക്കെ ആണെങ്കിൽ ഇതാ ആദ്യം തന്നെ ഇലക്ട്രിക് ഫീൽഡ്സ് ആൻഡ് ചാർജസ് അതിലൊക്കെ ഇമ്പോർട്ടൻ്റ്. ഈ പച്ച ഡോട്ട് ഇട്ട് എന്താണെന്ന് ഞാൻ ആദ്യം തന്നെ പറഞ്ഞുതരാം. ഇതാണ് ഡെറിവേഷൻസ് ഉള്ളതാണ്. ഞാൻ ഡെറിവേഷനിൽ ഇക്വേഷൻ മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഡെറിവേഷൻ മൊത്തം ഇതാണെങ്കിൽ ഈ ചാർട്ടൊന്നും മതിയാവില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഡെറിവേഷൻ്റെ ഇക്വേഷൻ മാത്രം ഇട്ടൊക്കെ പച്ച ഡോട്ട് ഇട്ടുണ്ട്. അതൊക്കെ ഡെറിവേഷനുകൾ പഠിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ജസ്റ്റ് ഒന്ന് നോക്കാനാണ്. ഡെറിവേഷനുകൾക്ക് ഈ വാല്യൂ ഒക്കെ ഈ കറക്റ്റ് ഇക്വേഷനൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ പിന്നെ ഡെറിവേഷനൊന്നും അങ്ങനെയൊക്കെ ഷോർട്ട് നോട്ടാക്കിയിട്ട് ചെയ്യാം. അപ്പം പിന്നെ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യലിൻ്റെ സെക്കൻഡ് ചാപ്റ്റർ ഇതാ, തേർഡ് ചാപ്റ്റർ അതിലൊക്കെ കുറേ ഡെറിവേഷൻ, സെക്കൻഡിലൊക്കെ ഇത്തിരി ഡെറിവേഷൻ ഉള്ളൂ. തേർഡിൽ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം ഡെറിവേഷൻസ് ഒക്കെ ഉണ്ട്. അതൊക്കെ അത്യാവശ്യം ഞാൻ കുറേ ഇക്വേഷൻസ് ഉണ്ട്. എല്ലാ ഇക്വേഷൻസും അത്യാവശ്യം ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാ പാഠങ്ങളും പഠിച്ച് കഴിഞ്ഞിട്ട് ഷോർട്ട് നോട്ട്സ് നോക്കുകയാണ് നല്ലത്. ഇപ്പോൾ അത്യാവശ്യം എല്ലാവരും പഠിച്ച് കഴിഞ്ഞിട്ടുണ്ടോ, അപ്പോൾ ഷോർട്ട് നോട്ട്സ് നോക്കിയാൽ മതി. പിന്നെ മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം 4ാമത്തെ പാഠം. 5ാമത്തെ പാഠം കൊടുത്തില്ല, അതിൽ വലുതായിട്ടൊന്നും ഇല്ല, അതിനോടാണ് ഞാൻ കൊടുക്കാത്തത്. 6ാമത്തെ പാഠത്തിൽ ഇതാ ഈ ഇമോഷണൽ EMF ഇതൊക്കെ ഡെറിവേഷൻ, ഈ പച്ച ഡോട്ടിട്ടൊക്കെ ഡെറിവേഷൻ തന്നെയാണ്. അതൊക്കെ പഠിക്കണം എന്തായാലും, ഇമ്പോർട്ടൻറ്റ് ഡെറിവേഷൻസ് തന്നെയാവും. പിന്നെ AC നോക്കുകയാണെങ്കിൽ AC അത്യാവശ്യം ഡെറിവേഷൻസ് ഉണ്ട് കുറച്ച്. പിന്നെ 8ാമത്തെ പാഠം അതിലാകെ ഇത് മാത്രം പഠിക്കാനുള്ളൂ. GX, UV, IMR എന്തൊക്കെയാണ്, ഗാമ റേസ്, എക്സ് റേസ്, UV റേസ്, അൾട്രാവയലറ്റ് റേസ്, ഇൻഫ്രാറെഡ്, മൈക്രോവേവ്, റേഡിയോ വേവ്. ഇതിന് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇങ്ങോട്ട് പോകും തോറും വേവ് ലെങ്ത് ഇൻക്രീസ് ചെയ്യാണ്, അതിനനുസരിച്ച് ഫ്രീക്വൻസി കുറയും ചെയ്യും. അത് നിങ്ങൾക്ക് ആ പാഠം ജസ്റ്റ് അതിൽ ഇത് മാത്രമേ ഇമ്പോർട്ടൻ്റ് ഉള്ളൂ എന്ന് തോന്നുന്നു. ആ പാഠത്തിൽ കുറച്ചും കൂടി കാര്യങ്ങളുണ്ട്, ഞാൻ പക്ഷേ ഇത് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. പിന്നെ റയാപ്റ്റിക്സ് നോക്കുകയാണെങ്കിൽ അതിൽ കുറേ ഡെറിവേഷൻ ഉണ്ടായിട്ട് തന്നെ ഞാൻ കുറച്ചെണ്ണം എഴുതിയിട്ടുള്ളൂ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫോർമുലാസ് ഏതാണെന്ന് നോക്കുകയാണെങ്കിൽ ഇത് റിഫ്രാക്ഷൻ ഓഫ് സ്ഫെറിക്കൽ സർഫസിൻ്റെ ഫോർമുല എന്തായാലും ആവശ്യമുണ്ട്. ഈ ഇക്വേഷൻ മറ്റേതിന് ഇട്ട് കൊടുക്കണം, ലെൻസ് മേക്കേഴ്സ് ഫോർമുലയ്ക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഈ ഇക്വേഷൻ എന്തായാലും പഠിക്കണം. അപ്പോൾ അതൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ വേവ് ഒപ്റ്റിക്സ് കാണാം, 10ാമത്തെ പാഠം ചെറിയ ചാപ്റ്ററാണ് വേവ് ഒപ്റ്റിക്സ്, അതും കൊടുത്തിട്ടുണ്ട്. ഡുവൽ നേച്ചറിൽ അത്ര ഒന്നും ഇല്ല, അതിനോട് അത്ര കൊടുത്തിട്ടുള്ളൂ. പിന്നെ ആറ്റംസിൽ നോക്കുകയാണെങ്കിൽ കുറച്ചൊക്കെ കൊടുത്തിട്ടുണ്ട്. ലൈമാൻ സീരീസ്, ബാൾമർ സീരീസ്, പാസ്റ്റൻ സീരീസ്, ബ്രാക്കറ്റ് സീരീസ്, അതെന്തൊക്കെ ഹൈഡ്രജൻ സ്പെക്ട്രം, അതിൻ്റെ ഇവിടെ കൊടുത്ത UV, വിസിബിൾ, IR അതിൻ്റെ റീജൻസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടുക. ഞാൻ എന്തായാലും ഷോർട്ട് നോട്ട്സ് ആക്കിയിട്ട് വാട്സപ്പിൽ ഇടുന്നതായിരിക്കും. ഞാൻ എങ്ങനെ ഇടാന്ന് വിചാരിച്ചാൽ ഓരോ പാടാക്കി ഫോട്ടോ എടുത്തിടാന്ന് വിചാരിക്കണേ, അല്ലാതെ മൊത്തമായിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ സൂം ചെയ്തൊന്നും ക്ലിയർ കിട്ടില്ല, അത്ര ക്ലാരിറ്റി ഒന്നും ഫോണിനില്ല. അപ്പോൾ അങ്ങനെ ഇടാന്ന് വിചാരിച്ച്. അപ്പോൾ എന്തായാലും ഇതൊക്കെ ഇവിടെയൊക്കെ ഒന്ന് ഒട്ടിക്കാണ്ട്, അതൊക്കെ ഒന്ന് ഒട്ടിച്ചാട്ടോ ആദ്യം തന്നെ. ഒട്ടിച്ചിട്ടാണ് ഫോട്ടോ ഇട്ട് അയച്ചു തരിക, അല്ലാതെ എങ്ങനെയൊക്കെ അയച്ചെന്നുണ്ടെങ്കിൽ എന്തോ ആവും. അതെല്ലാം ആ പണി നോക്കട്ടെ. ഇതവിടെ ഒട്ടിച്ചിട്ടുണ്ട്, ഇവിടെ കെമിസ്ട്രി ഒട്ടിച്ചിട്ടുണ്ട്, പിന്നെ ഇതവിടെ മാത്സ് ഒട്ടിച്ചിന്, മാത്സ്
പിന്നെ ഇവിടെ ഫിസിക്സ് ഒട്ടിച്ചിട്ടുണ്ട്. ഒരു 1.5 ഡബിൾ സ്റ്റിക്കറാണ് ഏകദേശം തീർന്നത്. ഇവിടെ ഒട്ടിക്കണം വിചാരിച്ചിരുന്നു, പക്ഷേ ഇവിടെ ഇത് ഉണ്ടായതുകൊണ്ടാണ് ഒട്ടിക്കാൻ കഴിഞ്ഞത്, അല്ലെങ്കിൽ ഇവിടെ ഒട്ടിക്കായിരുന്നു. അടിയിൽ ഞാൻ ഇപ്പം എന്താ ഇവിടേക്ക് ഒട്ടിക്കുക, പക്ഷേ ഇവിടെ എന്താ ഒട്ടിക്കുക വെച്ചിട്ടുണ്ടെങ്കിൽ കുഞ്ഞാറ്റയ്ക്ക് കയ്യെത്തും, കുഞ്ഞാറ്റ കയറിയിടും, ഒന്നും നോക്കില്ല. അപ്പോൾ എന്നല്ലേ കുറച്ച് കാലം വേണ്ടല്ലേ, അപ്പോൾ എന്തായാലും അവിടെ ഒട്ടിച്ചിട്ടുണ്ട്. അത്ര തന്നെ ഉള്ളൂ. അപ്പോൾ ഗൈസ് നല്ല എഫേർട്ട് എടുത്തിട്ടുണ്ട് ഇത് ഉണ്ടാക്കാനൊക്കെ. അപ്പോൾ ഷോർട്ട് നോട്ട്സ് ആയിട്ട് നിങ്ങൾക്ക് അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക. റോഡ് 50K ആണ്, ഈ മാസം തന്നെ 50K അടിക്കുകയാണെങ്കിൽ, 50K എന്ന് പറഞ്ഞാൽ 15K അടിക്കുകയാണെങ്കിൽ നല്ലൊരു ഗ്രാൻഡ് ഗിവ് അവേ തരാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യാൻ അത്ര തന്നെ പറയാനുള്ളൂ.